യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. പിന്നെ എന്ത് ചോദിച്ചാലും പവിത്രൻ അത് സുമംഗല മാഡത്തിന്റെ പേരിലാ ചാർത്തുന്നത്. ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന KL01 CB 7733 എന്ന നമ്പർ കാർ മാഡത്തിന്റെ പേരിലല്ലേ? വണ്ടിയുടെ രേഖകൾ അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വണ്ടിയുടെ ഓണർ എന്ന നിലയിലും കമ്പനിയുടെ ചെയർമാൻ എന്ന നിലയിലും ഈ സ്വർണത്തിന്റെ ഉറവിടം എവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് ഉൾപ്പെടെ മാഡത്തിനറിയാമെന്നാണ് പവിത്രൻ പറയുന്നത്. പിള്ളേരിവിടെ ഇല്ലാത്തതില് വീട് ഉറങ്ങിപ്പോയതുപോലെ അല്ലേ എടുത്തി? വീണയും ശ്രേയയും പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുമെങ്കിലും അവർക്കും പനക്കമില്ല. എല്ലാവരും ഓരോരോ തുരുത്തുകളിൽ എന്ന പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി. ഗിരിജയെ അതുപോലെ തന്നെയാ. അത് പിന്നെ പവിത്രൻ ജയിലിലായതുകൊണ്ടെന്ന് വെക്കാം. ആ താക്കോലിനെയും കാണാനില്ല. ഏട്ടത്തി എന്താ ആലോചിക്കുന്നത്? ഞാൻ പവിത്രന്റെ കാര്യം ഓർത്തുപോയതാ. പാവം, അവനെ അവിടെ ആ കോളത്തിൽ കണ്ടപ്പോ എന്റെ നെഞ്ചു പൊട്ടിപ്പോയി. എന്തൊക്കെ ചെയ്തു പറഞ്ഞാലും അവൻ എന്റെ അനിയനല്ലേ. എനിക്കങ്ങനെ അവനെ വെറുക്കാൻ പറ്റുമോ? ഇതന്നെയാ എതിയും പറയുന്നത്. ഏട്ടത്തെ എല്ലാം മറന്ന് പവിത്രനെ ഇറക്കിക്കൊണ്ടുവരുമെന്ന്. ഏട്ടത്തിക്ക് അവനെ കണ്ടപ്പോ ചോദിക്കാൻ വയ്യായിരുന്നോ, അവനും ഗിരിജയും കൂടി എന്തിനാ ഈ ചതി ചെയ്തെന്ന്? അന്ന് ഇവിടെ നിന്നായി എൻഫോഴ്സ്മെന്റുകാര് ആ സ്വർണ്ണമൊക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഏട്ടത്തിയല്ലേ അവന് പകരം അവിടെ പോയി കിടക്കേണ്ടിയിരുന്നത്? കവളി മടല് തിരിച്ചു കുത്തി അതില് നെല്ലുകറ്റ വെച്ച് അടിക്കുന്നത് കണ്ടിട്ടില്ലേ? എല്ലാം കഴിയുമ്പോ മടല് വെറും ചകിരി നാരായി മാറും. അതുപോലെ തന്നെയാ ഏട്ടത്തിയുടെ കാര്യവും. പവിത്രനും ഗിരിജയും കൂടി അവസരം കിട്ടുമ്പോഴൊക്കെ ഏട്ടത്തെ തല്ലിച്ചതച്ച് ചകിരിനാര് പോലെ ആക്കും. എന്നിട്ടും ഏട്ടത്തി ഇപ്പോഴും അവനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക. ഏട്ടത്തി ഒരു കാര്യം ഓർക്കണം. കാര്യം നേടാൻ സ്നേഹം അഭിനയിച്ച് അടിയിൽ കൂടി ചതിക്കുന്നവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ അതോർത്ത് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഏട്ടത്തെ ഉപദേശിക്കാനുള്ള അറിവോ യോഗ്യതയോ ഒന്നും എനിക്കില്ല. എന്നാലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഏട്ടത്തിയുടെ ഇഷ്ടം. ഗീതമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പവിയനെ എങ്ങനെ കണ്ടാലും എനിക്കവനെന്നും എന്റെ പഴയ തങ്കൂട്ടനാ. അതില്ലാതാവണമെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും. എന്റെ രൂപേഷിനെ പോലെ ഞാൻ അവനെയും കണ്ടിട്ടുള്ളൂ. അവന്റെ വിവരക്കേട് അല്ല, ഗിരിജയുടെ തലേണ മന്ത്രം അവനെ അങ്ങനെയാക്കി മാറ്റി. അതെന്നെങ്കിലും അവൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് അവൻ ഈ ചേച്ചിയെ മനസ്സിലാക്കും. അവൾ
വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാൻ കാണും നേരം മൗനം പോലും ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉயிருണരുന്നു വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായി ഉടലുണരുന്നു ഉയിരുണരുന്നു ദൂരെ അച്ഛൻ ഇവിടെ ഉണ്ടോ? നമുക്ക് അച്ഛനെ കാണാൻ പറ്റുമോ? അറിയില്ല. ഞാൻ നീ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. വക്കീലും ആ കുര്യച്ചനും കാറിലിരുന്ന് പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, അവരെന്നെയെങ്കിലും കാണിക്കുമായിരിക്കും. അമ്മേ, എനിക്കും അച്ഛനെ കാണണം പ്ലീസ്. ആദ്യം എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഗിരിജ നിങ്ങളല്ലേ? അകത്തേക്ക് വിളിക്കുന്നു. അമ്മേ, ഞാനും കൂടെ വരാം. ഒരാൾ വന്നാൽ മതി, ഒരാളെ അകത്ത് കയറ്റും. ഞാൻ പോയിട്ട് വരാം.